ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫസി സാവരിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനാണ്. നമുക്ക് എപ്പോഴും പാർലറിലൊക്കെ വരുന്ന മോസ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ഇഷ്യൂസ് ആണ്. നമ്മുടെ സ്കിന്നിനെ സ്പോയിൽ ചെയ്യും, ഹെയറിനെ സ്പോയിൽ ചെയ്യും, ഹെയർ ഫോൾസ് ഉണ്ടാവുകയും സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാവുകയും നമ്മുടെ ഐബ്രോസ് പൊഴിയൊക്കെ ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് നമുക്ക് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നുണ്ട്. സോ നമുക്കും ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ സലൂണിൽ. സ്റ്റിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഹോം കെയർ ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈസി ടിപ്പാണ്. നമ്മുടെ വിത്ത് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു ഡാൻഡ്രഫ് ഷാമ്പൂ എടുക്കുക ആൻഡ് സെയിം ക്വാണ്ടിറ്റി കുറച്ച് വെള്ളം എടുക്കുക ആൻഡ് നമ്മൾ അതിനകത്ത് തന്നെ ഒരു ലെമൺ ജ്യൂസ് ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ സ്ക്വീസ് ചെയ്ത് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഫുൾ എടുക്കുക. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക. സോ ഒരു വീക്ക്ലി ട്വൈസ് നമ്മളിത് ചെയ്ത് നോക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഒരു സ്പെഷ്യൽ തിങ്, നമ്മൾ എപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിങ്ങളൊരു ആഫ്റ്റർ കെയർ, ഒരിക്കലും ആഫ്റ്റർ കെയർ ശ്രദ്ധിക്കുന്നില്ല ആരും. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു റിലീഫിന് നമ്മൾ പിന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. സോ നമ്മൾ ആഫ്റ്റർ കെയർ ചെയ്യുക. നമ്മുടെ ടവൽസും കോമും നമ്മുടെ പില്ലോ കവറും ഹെയറുമായിട്ട് ടച്ച് ചെയ്യുന്ന, നമ്മൾ റീയൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും ഒരു ഹോട്ട് വാട്ടറിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം റീയൂസ് ചെയ്യാൻ. സോ ഇതുപോലൊന്ന് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നമുക്ക് കാണാം.